ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശത്തിൽ കാണുന്ന സഹോദരിമാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, അഭിഷിക്തന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പേരിലും എൻ്റെ പേരിലും അതേ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 113 അധ്യായം അതിൻ്റെ 7 വാക്യം. അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായ അവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം. ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ, പൈശാചിക മണ്ഡലങ്ങൾ തകരട്ടെ. ദൈവവചനത്തിന് വിരുദ്ധമായി പൊങ്ങുന്ന എല്ലാ സാത്താന്യ ശക്തികൾ യേശുവിൻ നാമത്തിൽ തകരട്ടെ. റീകൽ ഷൗഡം തരനം ഹന്തം റീഖാമാന. കഥാവെ, അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് ഇടപെടണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്യുന്നു. നമ്മുടെ ദൈവം തകർന്നിരിക്കുന്നവരെ ഉയർത്തുന്ന ദൈവമാണ്. തകർന്നിരിക്കുന്നവർക്ക് ബലം പകരുന്ന ദൈവമാണ്. തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അതിൻ്റെ 1 വാക്യം 113 സങ്കീർത്തനം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പിൻ, യഹോവയുടെ നാമത്തെ സ്തുതിപ്പിൻ. യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നു മുതൽ എന്നേക്കും സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കുമാറാകട്ടെ. യഹോവ സകല ജാതികൾക്കു മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതനിൽ വസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സാദൃശ്യൻ ആരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലുമുള്ള അവൻ കുനിഞ്ഞു നോക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അവൻ എളിയവൻ്റെ നിലവിളി കേട്ട്, എളിയവൻ്റെ പ്രയാസം കേട്ട് അവൻ സ്വർഗത്തിൽ നിന്നും നമ്മെ കുനിഞ്ഞു നോക്കുന്ന ദൈവമാണ്. നമ്മെ വീക്ഷിക്കുന്ന ദൈവമാണ്. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച ഒരു ലൂക്കോസിനെ നമുക്ക് കാണുവാൻ, ഒരു ലൂക്കോസിനെയും പത്രോസിനെയും നമുക്ക് കാണുവാൻ സാധിക്കും. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് അവർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ അവിടുന്ന് കർത്താവിൻ്റെ വാക്കനുസരിച്ചപ്പോൾ നിറച്ചു കൊടുത്തവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ നമ്മെ വിടിവിക്കുന്നവനായ ദൈവം. ലൂക്കോസിൻ്റെ സുവിശേഷം 5 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവൻ ഗനസോരം തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയാൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. കരയിൽ നിന്നും മീൻ പിടിക്കുവാൻ ഇറങ്ങി വല കഴിയുകയായിരുന്ന ആ പടകുകളിൽ ശിമോനുള്ള ഒന്നിൽ അവൻ കയറി കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അവരോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് ആഴത്തിൽ നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് ശിമയോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിൻ്റെ വാക്കിന് ഞങ്ങൾ വലയിറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവമാണ്. ആരോരും അറിയാത്ത മുക്കുവരുടെ ജീവിതം തന്നെ മാറ്റിയറിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അവർ വെളിച്ചമുള്ളവരാക്കി മാറ്റിയ ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം.
എളിയവനെ അവൻ കുപ്പയിൽ നിന്നും ഉയർത്തിയവനായ ദൈവം. ലൂക്കോസിനെയും അത് കർത്താവ് മറ്റ് ശിഷ്യന്മാരെയും പത്രോസിൻ്റെയും മത്തായി കർത്താവിൻ്റെ കൂടെയുള്ള തൻ്റെ ശിഷ്യന്മാരുടെ ജീവിതം ചരിത്രം തന്നെ മാറ്റിമറിച്ച സംഭവമാണ്. രാത്രിയുടെ യാമങ്ങളിൽ മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടാത്ത അവസ്ഥയിൽ കർത്താവിൻ്റെ വാക്കനുസരിച്ചപ്പോൾ ആഴത്തിൽ ഇറക്കി വലയിറക്കിയപ്പോൾ അത് പെരുത്ത മീൻകൂട്ടം കിട്ടുവാൻ, എന്നാൽ അത് കണ്ടവർ ഭ്രമിച്ച് കർത്താവിൻ്റെ കാൽക്കൽ വീഴുവാനും, കർത്താവേ ഞങ്ങൾ പാപിയായ മനുഷ്യനാണ്, ഞങ്ങളെ വിട്ടു പോകണമെന്ന് പറയുവാനിടുന്നു. എന്നാൽ കർത്താവ് ശിമയോനോട് പറഞ്ഞു, ഇന്നു മുതൽ നിങ്ങൾ മത്സ്യം പിടിക്കുന്നവരല്ല, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് പറഞ്ഞു. പത്രോസിൻ്റെയും തൻ്റെ കൂട്ടുള്ള ശിഷ്യന്മാരുടെയും കൂട്ടാളികളുടെ എല്ലാം ജീവിതം ചരിത്രം തന്നെ മാറ്റി മറിച്ച ഒരു സംഭവമാണ്. നമ്മുടെ ദൈവം എളിയവനെ കുപ്പയിൽ നിന്നും ഉയർത്തുന്ന ദൈവമാണ്. തകർന്നിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ഇല്ലായ്മയിൽ അവൻ ഉളവാക്കി തരുന്ന ദൈവമാണ്. കരയുന്നവരുടെ മധ്യയിൽ ഇറങ്ങി വന്ന് അവൻ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു. കണ്ടോ, തകർന്നിരിക്കുന്നവരെ, ആശ്വാസമില്ലാത്തവരെ, ആരെയും സഹായിക്കാമില്ലാത്തവരെ അവൻ പിടിച്ചുയർത്തുന്ന ദൈവമാണ്. അവൻ നമ്മുടെ സഹായകനാണ്. അവൻ നമ്മെ വിടുവിക്കുന്ന ദൈവമാണ്. സംഗീതക്കാരൻ ദാവീദ് പറയുന്നു, സങ്കീർത്തനം 27, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലവും, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ എൻ്റെ ദുഷ്കാമികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുത്തു വരുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, ദാവീദിൻ്റെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ വന്ന് ദാവീദിൻ്റെ ഹൃദയ ഞെരുക്കങ്ങളെ, വിചാരങ്ങളെ, തൻ്റെ നടത്തയെ എല്ലാം അറിയുന്നവനായ ദൈവം, ദാവീദിനെ വിടുവിച്ചവനായ ദൈവം, നമ്മെ അവൻ സഹായിക്കുവാൻ അവൻ അത്ഭുതമന്ത്രിയാം ദൈവമാണ്. അവൻ വീരനാം ദൈവമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ യഹോവയിൽ പ്രത്യാശ വെക്കണം. ആ കർത്താവിൽ പ്രത്യാശ വെക്കുമ്പോൾ നമ്മെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. അവൻ നമ്മെ നടത്തുന്ന ദൈവമാണ്. സങ്കീർത്തനം 55 22 വാക്യം, നിൻ്റെ ഭാരം യഹോവയുടെ മെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. നീതിമാൻ്റെ ജീവിതത്തിൽ അനേക അനർത്ഥങ്ങളും പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ഒരു ദൈവത്തെ, അതിൽ നിന്നെല്ലാം പുലർത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 134:17 വാക്യം, നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഇന്ന് നിലവിളിക്കുന്ന വ്യക്തി ജീവിതമേ, ദാരിദ്ര്യം കഴിയുന്ന സഹോദര, പ്രിയ മാതാവേ, എൻ്റെ കർത്താവ് നിന്നെ വിടുവിക്കുവാൻ ശക്തനാണ്. നീ തകരുമെന്ന് ദേശം പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ കുപ്പയിൽ നിന്നും നിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നെ പിടിച്ചുയർത്തുന്ന ദൈവമാണ്. ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവരെ വിടുവിക്കുന്നു. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും വിടുവിക്കുവാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവം. അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിൽ ദരിദ്രാവസ്ഥയിലിരിക്കുന്ന വ്യക്തി ജീവിതമേ, ശൂന്യയിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിന്നെ ഉയർത്തുന്ന ദൈവമുണ്ട്, നിന്നെ നടത്തുന്ന ദൈവമുണ്ട്. നീ നിരാശകനാവണ്ട, നീ തകർന്നു പോകും, എൻ്റെ മുന്നിൽ ആത്മഹത്യയുള്ളെന്ന് പദ്ധതിയുള്ളെന്ന് പറയുന്ന ചില വ്യക്തി ജീവിതമേ, നിന്നെ സ്നേഹിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്, നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൽ നീ ആശ്രയം വെക്കുക, ആ കർത്താവിൽ നിൻ്റെ ഭാരങ്ങളെ വെക്കുക. നീ നശിച്ചു പോകുവാൻ, നീ ഇല്ലാതാകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. എൻ്റെ കർത്താവ് നിന്നെ സാമ്പത്തിക മേഖലകളിലും
ആത്മീയ മേഖലകളിലും എല്ലാ മേഖലകളിലും നിന്നെ ഉയർത്തുന്ന ദൈവമാണ്. അതിനപ്പുറമായി അവൻ നിനക്കൊരു നല്ല നിത്യത ഒരുക്കിയിരിക്കുന്ന ദൈവമാണ്. നമുക്കായി അവൻ അതിമനോഹരമായ ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം മനസ്സിലാക്കണം എൻ്റെ പ്രിയ സഹോദരന്മാരെ. അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അപ്പോൾ നമ്മളെ പ്രഭുക്കന്മാരുടെ കൂടെ ഇരുത്തുന്ന ദൈവമാണ്. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. മഹാപരിശുദ്ധനും സ്വർഗപിതാവേ, നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ ആശ്വാസം വിടുതലുമായി മാറട്ടെ. അനേക കുടുംബ മണ്ഡലം തകർച്ചയിലിരിക്കുന്ന എല്ലാ തകർച്ച വസ്തുക്കൾ യേശുവിൻ നാമത്തിൽ പൂർണ്ണമായ ഒരു വിടുതലിനെ കൽപ്പിക്കുന്നു. പൂർണ്ണമായ സൗഖ്യതകൾ അടഞ്ഞ വാതിലുകൾ മുഴുവനും യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. സാമ്പത്തിക മണ്ഡലങ്ങൾ തുറക്കട്ടെ. തകർന്നിരിക്കുന്ന കുടുംബത്തിനെ അത് പണിയുന്ന ദൈവത്തിൻ്റെ വചനം അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് 30, 60, 100 മേനി ഫലങ്ങൾ റീബൽ ഹസ്തം ശന്തരും എല്ലാ ഭയത്തിൻ്റെ ശക്തികൾ മാറട്ടെ. ആത്മഹത്യയുടെ ചിന്തകൾ മനുഷ്യ ശക്തിയിൽ നിന്നുള്ള ഇരുട്ടിൻ്റെ വ്യാപാര ശക്തികൾ യേശുവിൻ നാമത്തിൽ മാറട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനത്തെ പകരുന്നു. ഭയത്തിൻ്റെ വ്യാപാര ശക്തികൾ നസ്രേനായ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ജനത്തെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം എല്ലാവരെയും ഈ വചന മുഖാന്തരം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.